ഹലോ ലിയോ, ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കറണ്ട് ഫീലിംഗ്സിന്റെ റീഡിംഗ് ആണ്. എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും വെൽക്കം ഈ ചാനലിൽ. അപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങളുടെ കറണ്ട് ഫീലിംഗ്സിന്റെ റീഡിംഗ് ആണ് ചെയ്യാൻ പോണത്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും ചിലപ്പോൾ എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനൊക്കെ കമൻറ്റ് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് ഫ്യൂച്ചറിൽ വീഡിയോസ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആവാൻ തുടങ്ങുക. അപ്പോൾ ഈ പ്രോസസ്സ് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി മാത്രമായിട്ടാണ്, നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിലാണ് അത്. അപ്പോൾ കൂടുതൽ അത് റെസൊനേറ്റ് ആവും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാൻ എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഒരു വാട്സാപ്പ് നമ്പറും ഉണ്ട്. അവിടെ നിങ്ങൾക്ക് വേണിച്ചാൽ എന്നെ വാട്സാപ്പ് ചാറ്റ് അയക്കാം. കോൾസ് ഞാൻ റിസീവ് ചെയ്യാറില്ല. അപ്പോൾ വാട്സാപ്പ് ചാറ്റ് അയക്കാം. എൻ്റെ വെബ്സൈറ്റിലും ചാറ്റ് ഓപ്ഷൻ ഉണ്ട്, ആൻഡ് അതല്ലാണ്ട് ഇമെയിലിൻ്റെ ഓപ്ഷനും ഉണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്നാൽ അവിടെ എന്താണ് മെസ്സേജസ് പറയണമെന്ന് റീഡിങ്ങിൽ കാണാം. അപ്പോൾ ലിയോ, നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. ഓവറോൾ എനർജി നിങ്ങളുടെ 9 ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജിയാണ് 2 ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങൾ രണ്ടാളുടെയും ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ ആണ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ടാണ് ഏസ് ഓഫ് വാൻഡ്സ്. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് വേൾഡ്. നിങ്ങളുടെ ഇൻറ്റൻഷൻ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് 3 ഓഫ് കപ്സ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ 2 ഓഫ് സോഡ്സ്. നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷൻ ആണ് 3 ഓഫ് പെൻറ്റക്കിൾസ്. ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ ആണ് 7 ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങളുടെ ഔട്ട്കം ഈ റിലേഷൻഷിപ്പിൻ്റെ ഈ കാർഡ്, ഇത് ഞാൻ റിവേഴ്സ് ചെയ്യാൻ പോകുന്നുണ്ടായിരുന്നു. ഇത് നമ്മൾ എൻഡിലാണ് റിവീൽ ചെയ്യാൻ പോണത്. അപ്പോൾ ലിയോ, 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഓക്കെ, അപ്പോൾ ഓവറോൾ എനർജിയിൽ ഞാൻ കാണുന്നത് ഒരു സിംഗിൾ ഇൻഡിപെൻഡൻറ്റ് എനർജിയാണ്. നിങ്ങൾ റിലേഷൻഷിപ്പിലായാലും ഇതൊരു ഇൻഡിപെൻഡൻറ്റ് എനർജി ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ മേ ബി ഈ സമയത്ത് സെപ്പറേറ്റഡ് ആയിരിക്കാം. ഇല്ല വെച്ചാൽ നിങ്ങൾ രണ്ടാളുടെയും എനർജിയിൽ അത്ര പറഞ്ഞാൽ നിങ്ങൾ രണ്ടാളും അത്ര മീറ്റ് ചെയ്യുന്നുണ്ടാവില്ല, ഒരു സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും ഈ സിംഗിൾ ഇൻഡിപെൻഡൻറ്റ് എനർജി കാണുന്നത്. പക്ഷെ അല്ലച്ച ഇത് ഒരു പറഞ്ഞാൽ നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ അല്ലച്ച ഇത് നിങ്ങളുടെ എനർജിയാണ്. നിങ്ങൾ കരിയറിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യണത്. ഈ പേഴ്സൻ്റെ എനർജി 2 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ 2 ഓഫ് പെൻറ്റക്കിൾസ് ഒരു ഇംബാലൻസ്ഡ് എനർജിയാണ്, ഒരു ചോയ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾ രണ്ടാളുടെയും കറണ്ട് സിറ്റുവേഷനും ഇങ്ങനെ ഒരു സ്ലോ മൂവിങ് എനർജിയാണ്, റൂട്ടീൻ്റെ എനർജിയാണ്. അപ്പോൾ മേ ബി ഈ സമയത്ത് നിങ്ങൾ രണ്ടാളും ഒരു നോർമൽ റൂട്ടീനിൽ ഇങ്ങനെ മുമ്പോട്ട് പോണു, പക്ഷെ ഒരു എക്സൈറ്റ്മെന്റ് ഇല്ല, ഒരു ഫോർവേഡ് മൂവ്മെന്റ് ഇല്ലാത്ത മാതിരി. അപ്പോൾ ഈ 9 ഓഫ് പെൻറ്റക്കിൾസ് ഇവിടെ എന്താണ് നമ്മൾക്ക് നോക്കാം. സ്ട്രെങ്ത്, ലിയോ എനർജി, അത് നിങ്ങളുടെ തന്നെ എനർജിയാണ്. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ഉണ്ട് നിങ്ങൾക്ക്. ഇവിടെ കിങ് ഓഫ് കപ്സ് ഉണ്ട്, ആൻഡ് ഡെവിൽ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഞാൻ പറഞ്ഞ മാതിരി എനർജിയിൽ നിങ്ങൾ കരിയറിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യണത്. നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യണത്. ഈ സമയത്ത് കുറേ പേഷ്യൻ്റ്ലി നിങ്ങൾ നിങ്ങളുടെ ഈ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ നോക്കണു. മേ ബി നിങ്ങളുടെ അടുത്ത് ചിലവർക്ക് കുട്ടികളുണ്ടാവാം. പക്ഷെ ഈ സമയം കുറേ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ പേഷ്യൻസിൻ്റെ കൂടെയാണ് ഈ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ. നിങ്ങൾക്ക് ഈ പേഴ്സൺ ഇഷ്ടമാണ്, പക്ഷെ എന്തോ ഈ റിലേഷൻഷിപ്പിൽ എന്തോ ഒരു സ്റ്റാഗ്നേഷൻ ഉണ്ട്. നിങ്ങളുടെ ചിലവർ മേ ബി നിങ്ങൾ രണ്ടാളും മാരീഡും ആയിരിക്കാം. ഓക്കെ, ഇവിടെ ഞാൻ കാണുന്നത് ഈ പേഴ്സൻ്റെ ലൈഫിൽ വേറെ ഒരു പേഴ്സൺ കാണാണ്ട് കിങ് ഓഫ് കപ്സ്. ഇപ്പോൾ ഈ പേഴ്സൺ കിങ് ഓഫ് കപ്സ് ആവാം, എന്ന് വെച്ചാൽ ഈ പേഴ്സൻ്റെ എനർജി ആയിരിക്കാം ഇത്. ആൻഡ് ഈ പേഴ്സൺ കൺഫ്യൂസ്ഡ് ആണ്, അവർ ഷുവർ അല്ല ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച്. ആൻഡ് അതുകൊണ്ട് ഇവിടെ ഡെവിൽ കാണുന്നു, കാപ്രിക്കോൺ എനർജി. അപ്പോൾ ഈ പേഴ്സൻ്റെ മനസ്സിലൊരു ക്ലാരിറ്റി ഇല്ല, ഈ പേഴ്സൻ്റെ മനസ്സിലൊരു സ്റ്റെബിലിറ്റി ഇല്ല, അവരുടെ ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ല. അതിൻ്റെയും കാരണമായിരിക്കാം ഡെവിൽ ഇവിടെ കാണുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ ഞാൻ പറഞ്ഞ മാതിരി കുറേ റൂട്ടീൻ മാതിരിയാണ്, സ്ലോ എനർജിയാണ്, ഒന്നും പ്രോഗ്രസ് ഇല്ലാത്ത മാതിരി എനർജിയാണ് ഇവിടെ കാണുന്നത്. ഈ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് എന്താണ് ഇവിടെ
പേജ് ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ മേ ബി നിങ്ങൾ രണ്ടാളും ഫ്രണ്ട്സ് ആയിരിക്കാം, പക്ഷേ ഇവിടെ ഞാൻ കാണുന്നത് ഒരു എൻഡിങ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ബിട്രിയൽ കാണാണ്ട് രണ്ടാളും ഈ സമയത്ത് ഇവിടെ ഞാനൊരു എൻഡിങ് ആണ് കാണുന്നത്. എന്തോ വർക്കൗട്ട് ചെയ്യണില്ല ഇവിടെ, എന്തോ ഒരു ബിട്രിയലുടെ ഫീലിംഗ് ഇവിടെ വരുന്നുണ്ട്. ഒരു ഞാൻ പറഞ്ഞ മാതിരി റൂട്ടീൻ ആണ് വെച്ചാൽ അതിൻ്റെ കാരണം നിങ്ങൾ രണ്ടാൾക്കും ഇൻട്രസ്റ്റ് ഇല്ലാത്ത എനർജി അങ്ങനെയും ആവാം. പക്ഷെ ഇവിടെ ഒരു പുതിയ ബിഗിനിങ്ങിൻ്റെ എനർജിയും കാണാണ്ട്. അപ്പോൾ മേ ബി നിങ്ങൾ രണ്ടാളും മുമ്പേ സെപ്പറേറ്റ് ആയിരിക്കണു വെച്ചാൽ ഇത് ഒരു റീകൺസിലിയേഷൻ ആയിരിക്കാം, ഒരു ക്ലോഷറുടെ എനർജി ആവാം. എന്ന് വെച്ചാൽ നിങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് ഈ റിലേഷൻഷിപ്പിനെ അങ്ങനെ തന്നെ ക്ലോസ് ചെയ്യണു. അതല്ല വെച്ചാൽ നിങ്ങളുടെ അടുത്ത് ചിലവർക്ക് റീകൺസിലിയേഷൻ വേണമെന്നുണ്ടാവും. ആദ്യം ഈ റിലേഷൻഷിപ്പിനെ റിവൈവ് ചെയ്യാൻ നോക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാവും. നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് ഏസ് ഓഫ് വോൺസ് ആണ്. അപ്പോൾ നിങ്ങളുടെ സൈഡിൽ ഞാൻ പാഷൻ കാണുന്നുണ്ട്. നിങ്ങൾക്കൊരു പുതിയ ബിഗിനിങ് വേണം, നിങ്ങൾക്കൊരു പാഷനറ്റ് ന്യൂ ബിഗിനിങ് വേണം, നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ കുറച്ച് സ്പൈസ് വേണം, എക്സൈറ്റ്മെന്റ് വേണം. ഈ ഏസ് ഓഫ് വോൺസ് ഇവിടെ എന്താണ്? പക്ഷെ ഇവിടെ വേറെ ആൾക്കാർ ഈ റിലേഷൻഷിപ്പിൽ ഇന്റർഫിയർ ചെയ്യണതും ഞാൻ കാണുന്നുണ്ട്. 5 ഓഫ് സോഡ്സ്. അപ്പോൾ ഇവിടെ വേറെ ആൾക്കാരുടെ കാരണവും ഇവിടെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടുണ്ടെച്ചാൽ നിങ്ങൾ അതിനെ ക്ലാരിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഒരു പാഷനറ്റ് ന്യൂ ബിഗിനിങ് വേണം എന്നുണ്ട്, നിങ്ങൾക്കൊരു ന്യൂ ഓപ്പർച്യൂണിറ്റി വേണം എന്നുണ്ട് ഈ പേഴ്സൻ്റെ കൂടെ. ഈ പേഴ്സൻ്റെ എനർജിയിലെ വേൾഡ് ആണ്. അപ്പോൾ ഇവർ മൂവ് ഓൺ ചെയ്യാൻ നോക്കണു, പുതിയ ബിഗിനിങ്ങിന് വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കണേ. ഒരു പുതിയ സ്റ്റാർട്ടാണ് അവർക്ക് വേണ്ടത് അവരുടെ ലൈഫിൽ. എന്നുവെച്ചാൽ ഇവിടെ അവർക്ക് ഈ റിലേഷൻഷിപ്പിൻ്റെ എൻഡിങ് കുറച്ചൊരു ഷോക്കിംഗ് ആയിരുന്നു, അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായില്ല. പക്ഷെ എവിടെയോ അവർ മൂവ് ഓൺ ചെയ്യാൻ നോക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ ഞാൻ കമ്മ്യൂണിക്കേഷൻ്റെ എനർജി കാണുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ സഡൻലി ആണ് അവർ നിങ്ങളെ മെസ്സേജ് ചെയ്യാൻ പോണത്. എന്നുവെച്ചാൽ അവർക്ക് എന്തോ ഒരു റിയലൈസേഷൻ വരുന്നുണ്ട്, ഒരു സഡൻ റിയലൈസേഷൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സഡൻ തോട്ട് വരുന്നുണ്ട്. അത് നിങ്ങളുടെ കൂടെയാണ് അവർക്കൊരു ഫ്യൂച്ചർ വേണ്ടതെന്ന്. ഓൾദോ ഇവിടെ ഒരു ബ്രേക്കപ്പ് ഉണ്ടായാലും ഇവർ ആണ് മെസ്സേജ് ചെയ്യാൻ പോണത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ നിങ്ങളുടെ ഇന്റൻഷൻ ഇവിടെ 3 ഓഫ് കപ്സ് ആണ്. നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് അല്ലാച്ചാലും ഒരു ഫ്രണ്ട്സ് ആയിട്ട് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ട്. പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് വിടണം എന്നുണ്ടാവില്ല. അപ്പം നിങ്ങൾ അറ്റ്ലീസ്റ്റ് അതിന് വേണ്ടിയിട്ട് ശ്രമിക്കും. ഇവിടെ ഒരു റിലേഷൻഷിപ്പ് ഇല്ലാച്ചാലും അറ്റ്ലീസ്റ്റ് ഒരു ഫ്രണ്ട്സ് ആവാം എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക. പക്ഷേ ഇതിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ട്. ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോയാൽ നല്ലതായി. ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ രണ്ടാളും മാരീഡ് ആണ് വെച്ചാൽ നിങ്ങൾക്ക് ഈ മാരേജിനെ ബ്രേക്ക് ചെയ്യണം എന്നില്ല. നിങ്ങൾക്ക് ഫ്രണ്ട്സായിട്ടും ജീവിക്കാൻ മുമ്പോട്ട് പോവാൻ അങ്ങനത്തെ ഒരു അറേഞ്ച്മെൻറ്റും മതി. പക്ഷെ ഇവിടെ ഞാൻ അതാണ് കാണുന്നത്, നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിനെ ബ്രേക്ക് ചെയ്യണം എന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ട്. 2 ഓഫ് സോഡ്സ് ഇവിടെ ഈ പേഴ്സൻ്റെ എനർജി അവർ ഷുവർ അല്ല, അവർക്ക് അറിയില്ല ഈ റിലേഷൻഷിപ്പിൽ എന്താ ഫ്യൂച്ചർ ഉള്ളതെന്ന്. കിങ് ഓഫ് വോൺസ് എന്തായാലും അവർ ആക്ഷൻ എടുക്കും. ഞാൻ പറഞ്ഞ മാതിരി അവർക്കൊരു പുതിയ ബിഗിനിങ് വേണം. നിങ്ങളെ രണ്ടാളുടെയും ഒരു കുഞ്ഞുണ്ട് വെച്ചാൽ അവർക്ക് വേണ്ടിയിട്ടുമായിരിക്കാം ഈ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിനെ കണ്ടിന്യൂ ചെയ്യാൻ വിചാരിക്കുന്നുണ്ടാവുക. അവരുടെ ഇൻറ്റൻഷൻ അങ്ങനെയാണ്. 3 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് ആക്ഷൻ. അപ്പം നിങ്ങളുടെ സൈഡിൽ നിന്നാണ് നിങ്ങൾ ഇനീഷ്യേറ്റീവ് എടുക്കുന്നുണ്ടാവുക. ഈ പേഴ്സണിനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് ഇല്ല ഫാമിലീനെ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കും, അവരുടെ ഹെൽപ്പ് എടുക്കാൻ നോക്കും. അപ്പോൾ ഇവിടെ ഒരു പുതിയ ബിഗിനിങ്, ഒരു പുതിയ ഓഫർ ഞാൻ കാണുന്നുണ്ട്, ഒരു സ്റ്റേബിൾ ന്യൂ ബിഗിനിങ്. നിങ്ങളാണ് ഇവർക്ക് ആ മെസ്സേജ് അയക്കാൻ പോണത്, ഇല്ല ഇനീഷ്യേറ്റ് ചെയ്യാൻ പോണത്. ഇവിടെ ഒരു റിലേഷൻഷിപ്പ് ഒരു ആദ്യം റീകൺസൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളാണ് അപ്രോച്ച് ചെയ്യണത്. ഈ പേഴ്സൻ്റെ എനർജിയിൽ 7 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ഇവർ വെയിറ്റ് ആണ് ചെയ്യണത്. എന്തിനു വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യണേ? അവർ നിങ്ങളുടെ മെസ്സേജിന് വേണ്ടിയിട്ടായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. യെസ്, അവർ എവിടെയോ എക്സ്പെക്ട് ചെയ്യണത് നിങ്ങൾ ആണ് മെസ്സേജ് ചെയ്യാൻ പോണേന്ന്. അവർക്ക് അങ്ങനത്തെ എക്സ്പെക്ടേഷൻ ഉണ്ട്. എന്നുവെച്ചാൽ എവിടെയോ അവർക്ക് അറിയാം നിങ്ങൾ മെസ്സേജ് ചെയ്യുമെന്ന്. ആൻഡ് ഇവിടെ ഞാൻ ആദ്യം ഒരു മദറുടെ എനർജി കാണുന്നുണ്ട്, കുട്ടികളുടെ എനർജി കാണുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ മാരീഡ് ആണ് വെച്ചാൽ കുട്ടികളുണ്ട് വെച്ചാൽ മേ ബി നിങ്ങൾ ഈ പേഴ്സൺ അവരുടെ
കാര്യം വിചാരിച്ചിട്ടാണ് ഈ റിലേഷൻഷിപ്പിനെ ആദ്യം ഒരു ട്രൈ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ടാവുക. അവരുടെ മനസ്സിൽ അതാണ് നടക്കുന്നത്. അപ്പൊ എന്താണ് ഔട്ട്കം ഇവിടെ? 9 of Swords ആണ് ഔട്ട്കം. കുറെ സ്ട്രെസ് ഉണ്ട്, ആങ്സൈറ്റി ഉണ്ട് നിങ്ങൾ രണ്ടാളുടെയും മനസ്സിൽ. എന്ന് വെച്ചാൽ ഈ റിലേഷൻഷിപ്പ് ഇപ്പോൾ വർക്കൗട്ട് ചെയ്യോ ഇല്ലേന്ന് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങളുടെ അടുത്ത് ചിലവർക്ക് ഫിനാൻഷ്യലിയും എന്തോ പേടിയുണ്ട്, പറഞ്ഞ ഒരു സെക്യൂരിറ്റി ഇല്ല. ഇവിടെ വേറെ ആൾക്കാരും ഈ റിലേഷൻഷിപ്പിൽ ഇൻവോൾവ് ആയിരിക്കാം. എന്നുവെച്ചാൽ ഇവിടെ ഞാൻ ഒരു പേഴ്സൺ കുറെ പോപ്പുലർ ആണെന്നാണ് കാണുന്നത്. ഇത് നിങ്ങളുടെ എനർജിയാണ്, ലിയോ എനർജി. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ വേറെ ഓപ്ഷൻസും ഉണ്ടാവും. അതുകൊണ്ടും മേ ബി ഈ പേഴ്സൺ അവർക്ക് സ്ട്രെസ് ഉണ്ടാവും. അത് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ കണ്ടിന്യൂ നിങ്ങൾക്ക് ചെയ്യണോ ഇല്ലേ, സീരിയസ് ആണോ, അതൊക്കെ അവർക്ക് ഒരു പേടിയുണ്ട്. പക്ഷെ ഈ റിലേഷൻഷിപ്പ് ഡെഫിനറ്റ്ലി മുമ്പേ ഉള്ള റിലേഷൻഷിപ്പാണ്. ഓക്കെ, ആൻഡ് എവിടെയോ നിങ്ങൾ രണ്ടാൾക്കും റിഗ്രറ്റ് ഉണ്ട്. അത് ഇതിങ്ങനെ എൻഡായിന്ന് ഒരു റിഗ്രറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഇത് തിരിച്ചു വരാൻ പോകുന്നുണ്ട് ഈ റിലേഷൻഷിപ്പ്. ഇവിടെ ഒരു റീകൺസിലിയേഷൻ ഞാൻ കാണുന്നുണ്ട്. ഇവിടെ സൈൻസ് ഞാൻ കാണുന്നത് കുറെ ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജി ഉണ്ട്, ലീബ്ര ഉണ്ട്, പിന്നെ ഫയർ സൈൻസും ഉണ്ട്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, സ്കോർപ്പിയോ ഉണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് ഈ പേഴ്സന്റെ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? I wish I could take back my words. I love you. I don't react when people mention you. And I remember every detail of that day. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജസ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കൊരു പേഴ്സണലായി റീഡിംഗ് വേണം എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. കോൺടാക്ട് ചെയ്യുമ്പോൾ എന്നെ വാട്സാപ്പിൽ ചാറ്റ് അയയ്ക്കുക. ഞാൻ കോൾസ് അറ്റൻഡ് ചെയ്യാറില്ല. അപ്പോൾ വാട്സാപ്പ് ചാറ്റ് അയച്ചാൽ ഞാൻ റെസ്പോണ്ട് ചെയ്യും. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.